ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്താൻ തുർക്കി മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ നഷ്ടപ്പെട്ടു പോകും. ഇനി നടക്കാനിരിക്കുന്ന സംഭവം അത് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി വരാനിരിക്കുന്ന സംഭവം, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമത്രേ. മുസ്ലിമീങ്ങളെ കാലഘട്ടത്തിലുള്ളവർ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ മല ഉയർന്നു വരുമ്പോ സ്വർണം അല്പം കരഗതമാക്കാൻ വേണ്ടി ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ കഴിയുന്നതാകുന്ന മനുഷ്യൻ ജനങ്ങൾ അങ്ങോട്ട് ഓടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഖബറിനെ കൊണ്ടും മഹ്ശറയെ കൊണ്ടും വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഓടരുതേ, ഓടരുതേ. يقتل 99 في 100. അങ്ങോട്ട് പോകുന്ന 99% ആളുകളും 100-ൽ വധിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ പോകുന്ന 100-ൽ 99% ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിച്ചു പോകും. നബി മുഹമ്മദ് റസൂലുള്ളാഹി വധിക്കപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. കയ്യിൽ പൈസയൊന്നും ഇല്ല, ആരുടെ കയ്യിലും, ഒരാളുടെ കയ്യിലില്ല. അറബ് സമൂഹത്തെ മുഴുവനും കെട്ടിവരിക്കപ്പെടും. അവരുടെ കയ്യും കാലും കൂടെ കൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് മുഴുവൻ ചൂർന്നെടുക്കും മറ്റുള്ളവർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അറബ് സമൂഹത്തിലെ ആളുകൾ മറ്റുള്ളവർക്ക് ഓശാന പാടുന്ന തരത്തിലേക്ക് ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോശപ്പെട്ട തലത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാണ് റസൂൽ പറഞ്ഞത് കറക്റ്റ്. പല രീതിയിലുള്ള അക്രമങ്ങൾക്കും ഇവരായിരിക്കും പിന്തുണ കൊടുക്കുക, പല രീതിയിലുള്ള വേശ്യാലയങ്ങൾ തുറക്കാനും ഇവരായിരിക്കും മുമ്പന്തി ഉണ്ടാവുക. ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അറബികളുടെ കയ്യും കാലും കൂട്ടപ്പെടും. ആരാ പറയുന്ന? അറബ് രാജ്യങ്ങളുടെ മുഴുവൻ, അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ. 55ഓളം അറബ് രാഷ്ട്രങ്ങൾ നമുക്കുണ്ട്. ഐക്യപ്പെട്ട് നിന്നാൽ അതിനേക്കാൾ ഒരു ഐക്യത ലോകത്ത് 55ഓളം അറബ് രാഷ്ട്രങ്ങളുണ്ട്. എവിടെ ഐക്യപ്പെടുന്നു? മാറി മാറി നിൽക്കുകയാണ്. തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ റസൂലതാണ് വ്യക്തമാക്കിയത്. ആ സമയത്താണ് അവർക്കിടയിലേക്ക് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല ഉയർന്നു വരുന്നത്. ജനങ്ങളുടെ കയ്യിൽ പണമില്ല. ലോകത്തുള്ള സർവ്വ ജനങ്ങളും ഓടി വരികയാണ്. എല്ലാ ആളുകളും അങ്ങോട്ട് ഓടുമ്പോ, അല്ലയോ മുഅ്മിനേ, മുഅ്മിനത്തെ, നിങ്ങൾ ദുനിയാവിൽ സ്വർണത്തിന് വ്യാമോഹം വെച്ചതുപോലെ അവിടേക്ക് നിങ്ങൾ ഓടരുതേ, ഓടരുതേ. അവിടെ വലിയ യുദ്ധം നടക്കുമേ, യുദ്ധം നടക്കുമേ. യുഖതലു 99 ഫിൽ 100-ൽ 99% ആളുകളും വധിക്കപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സാധേ 1% ബാക്കിയുണ്ടല്ലോ, 99 പറഞ്ഞല്ലോ. ആ 1% കാസർഗോഡുള്ള ചാട്ടുംകുഴിയിലുള്ള നമ്മളാണെങ്കിലോ എന്ന് നിന്റെ മനസ്സിൽ വരണ്ട. യഹ്സബു കുല്ലു വാഹിദിൻ മിൻഹും അനല്ലദീ അൻജു ശഫീഉന റസൂലുള്ളാഹി. അങ്ങോട്ട് പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്താ ഉണ്ടാകുക? രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും. യഹ്സബു കുല്ലു വാഹിദിൻ മിൻഹും അനല്ലദീ അൻജു. പോകുന്ന ഓരോരുത്തരും മനസ്സിൽ കരുതുന്നത് രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാവരും ഓടുക. പക്ഷേ യുഖ്തലു 99 ഫിൽ 100-ൽ 99% ആളുകളും വധിക്കപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളാണ്, വരാനിരിക്കുന്ന സംഭവം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആ സമയത്താണ് യക്സുറു സിനാ വയക്സുറു ഔലാദു അസ്സിനാ. വ്യഭിചാരം അധികരിക്കും സഹാബ. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും മക്കളും അധികരിക്കും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ.
അങ്ങനത്തെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്കൊക്കെ എത്തി. കാരണം വ്യഭിചാരം ഇപ്പോൾ തന്നെ നാട്ടിൽ വല്ലാതെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സദാചാരത്തിന്റെ പേരിൽ ചുംബന സമരങ്ങൾ കേരളക്കരയിൽ നടന്നു. സദാചാരത്തിന്റെ പേരിൽ അവസാനം ഈ സദാചാരത്തിന്റെ പേരിൽ ചുംബന സമരം നടത്തിയതാകുന്ന ആളുകളെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോ കേരളക്കര മുഴുവനും എന്നല്ല ലോകം മുഴുവനും ഞെട്ടിക്കുന്നതാകുന്ന സെക്സ് റാക്കറ്റിന്റെ ഒന്നാം നമ്പർ കണികളാണ്. ഒന്നാം നമ്പർ സദാചാരത്തിന്റെ ആളുകളാണ്. ശിശുപാലൻ, പശുപാലൻ, എന്റെ ഭാര്യ രശ്മി അവന്റെ അടുക്കല വന്നിട്ട് പറഞ്ഞത്, ഏയ് ഭാര്യ എങ്ങനെയാടേ കാര്യങ്ങളൊക്കെ വല്ലതും നടക്കും? അപ്പൊ പറഞ്ഞു 80,000 രൂപ ആണെങ്കിൽ ഭാര്യ തന്നേക്കാം റാഹത്താക്കാൻ വേണ്ടി. അവൻ പറഞ്ഞു മറ്റവൻ പറഞ്ഞു 80,000 ഒന്നും എന്റെ ഇല്ലടാ, 50,000-ത്തിനാണെങ്കിൽ നല്ല പാങ്ങായിരുന്നു, റാഹത്തായിരുന്നു, നടക്കൂ. 50,000-ത്തിനാണെങ്കിൽ നടക്കൂ. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തം വന്ന് ചോദിക്കാൻ, അപ്പൊ കൊടുക്ക റാഹത്താക്കാൻ വേണ്ടി. സെക്സ് റാക്കറ്റ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവർ രണ്ടുപേരുമാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ കോരളക്ക സൃഷ്ടിച്ച ചുംബന സമരം തുടങ്ങി വെച്ചത്. നേതൃത്വം അവരായിരുന്നു. അവസാനം പിടികൂടിയപ്പോഴത്തേക്കും കൊച്ചി ഏറ്റവും വലിയ ഞെട്ടിത്തെരിക്കുന്ന രീതിയിൽ കൊച്ചി മുഴുവൻ മാറി. കേരളം മുഴുവൻ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും വലിയ പെൺവാണിഭ റാക്കറ്റ് അതിന്റെ മെയിൻ ആളുകളാണ്. സ്വന്തം ഭാര്യയെ വെച്ച് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എടാ 50,000-ത്തിനാണ് നടക്കൂ എന്ന് മറ്റൊരുത്തൻ ചോദിച്ചപ്പോ 50,000-ത്തിലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് കൈ കൊടുക്കണം. ഓക്കെ, സ്വന്തം ഭാര്യയുടെ വില പോലും കറക്റ്റ് 80,000-ത്തിനാണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് ഏറ്റവും വില പേശടാ 80,000 വേണ്ടടാ, വല്ലവരും ഒക്കെ എടുത്ത് കയറി ഇറങ്ങിയതല്ലേ, ഇനി നമുക്ക് 50,000-ത്തിന് താ എന്ന് പറഞ്ഞപ്പോ ശരി 50,000 റാഹത്തിന് 50,000 രൂപ അക്കൗണ്ട് ഇട്ടേക്ക്, അക്കൗണ്ട് നമ്പർ അയച്ചു. ഇതാണ് ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ലോകം പോയ പോക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും മോശപ്പെട്ടതാകുന്ന രീതിയിലേക്ക്, കാമത്തിന്റെ കേളയിലേക്ക് സ്വന്തം ഭാര്യയെ പോലും കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കേരളക്കര മാറിയില്ലേ? ആരാണ് ഇവിടെ കുറ്റക്കാര്? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? സമസ്തയുടെ ഉലമാക്കളാണോ? ആരാണ് ഇവിടെ കുറ്റക്കാർ? ചിന്തിച്ചു നോക്ക്, എവിടെ എത്തിപ്പോയി കേരളം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയില്ലയോ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയില്ലയോ, സഹാബത്തെ ലോകത്ത് മുഴുവനും നിങ്ങൾക്ക് ആസ്വാദ വസ്തുക്കളാ. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ, വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ഈ ലോകത്ത് ഏറ്റവും വലിയ ആസ്വാദ വസ്തു ഏതെന്നറിയുമോ? അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം ഒന്ന് പഠിക്കണേ മുസ്ലിമേ, പഠിക്കണേ അവിശ്വാസികളെ. ഞങ്ങളുടെ നേതാവിന്റെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. ആ പ്രവാചകന്റെ അധ്യാപനം പഠിക്കുന്ന ഒരു മുസ്ലിം മോശപ്പെട്ട തലത്തിലേക്ക് ചിന്തിക്കുമോ? ആ റസൂലുള്ളാഹിന്റെ അധ്യാപനം ഹൃദയത്തിലേറ്റണേ. സ്വന്തം ഭാര്യയെ പോലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന നിലയ്ക്ക് ഈ കേരളക്കരയിലെ ചെറുപ്പക്കാര് മാറിയില്ലയോ? സ്വന്തം ഭാര്യയെ പോലും വ്യഭിചാരശാലകളിലേക്ക് ഫസ്റ്റായിട്ട് കൊണ്ടെത്തിക്കുന്ന ആളുകൾ, മുസ്ലിം സഹോദരങ്ങളിൽ ആളുകൾ കടന്നു വന്നില്ലയോ? ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഈ ഭൗതിക ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടുന്ന അമ്പര ചുംബികളായ മണിമേടകളില്ലയോ, മാളിക സൗധങ്ങളില്ലയോ, ഫ്ലാറ്റുകളില്ലയോ, നിന്റെ കാറുകളില്ലയോ? അതിനേക്കാളെല്ലാം തന്നെ ഏറ്റവും വലിയ ആസ്വാദ വസ്തു അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യയാണ് ഏറ്റവും വലിയ ആസ്വാദ വസ്തു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ഭാര്യ വിറ്റിട്ട് BMW കാറ് വാങ്ങുന്നു, മെഴ്സിഡസ് ബെൻസ് വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു. എത്ര പൊട്ടനാണ് അവൻ! ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 7000-ലധികം കാറുകളുള്ള ആളുകൾ വരെ ലോകത്തുണ്ട്. അറിയോ നിങ്ങൾക്ക്? 7000-ലധികം ആഡംബര കാറ് സ്വന്തമായിട്ടുള്ള ആള് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഹസനുൽ ബൊൽക്കിയ എന്നാണ് ഓപ്പറ പേര്. എന്താണ് പേര്? ഹസനുൽ ബൊൽക്കിയ. സൂപ്പർ പേരല്ലേ? മക്കൾക്കിടാ കേട്ടാ. ഇത് കേട്ടു വെച്ചാൽ ഉടനെ വാപ്പ എഴുതി വെക്കും. എങ്ങനെയെങ്കിലും മൂത്ത മോനും അല്ലാഹു പേരില്ലാതിരിക്കുന്നു. നല്ല പേര്, ഇതുവരെ കേൾക്കാത്ത നല്ല പാങ്ങ് പേര്, ഹസനുൽ ബൊൽക്കിയ. കൊള്ളാം.
ബ്രൂണയിലെ രാജാവാണ്. 7000-ലധികം കാർ. മൂപ്പരുടെ കയ്യിലുള്ളത് നമ്മുടെ ഇരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ പോലത്തെ ലോക്കൽ കാറൊന്നും അല്ല. നമുക്കതാണ് ഏറ്റവും വലിയ കാർ, കാസർഗോഡ് കാർ അല്ലേ. നമ്മൾ ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നോവ കൊണ്ട് വിറ്റിട്ട് എല്ലാവരും ഇന്നോവ ക്രിസ്റ്റ പിടിച്ച്, പുതിയത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുതിയതിലേക്ക് പോകണം. പിന്നെ ജാഗ്വാറാന്നും പറഞ്ഞ് വേറെ വണ്ടി കൊണ്ടുവന്നിട്ട് പൂശി ഇറക്കിയ കൗമ്പ് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് മൂപ്പരുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും ലോക്കൽ വണ്ടി മെഴ്സിഡസ്, ബെൻസ്, ജാഗ്വാർ, ഫെറാരി ഇങ്ങനെ തുടങ്ങിയ ലോക്കൽ ചെറിയ ചെറിയ വണ്ടികൾ. എത്ര വണ്ടിയുണ്ട്? 7000 വണ്ടി. ഇങ്ങനത്തെ ആളുകൾ ഇവിടെ ലോകത്തുണ്ട്. അതറിയാൻ വേണ്ടി പിള്ളേർ അറിഞ്ഞിരിക്കട്ടെ. ചില പിള്ളേർക്ക് വണ്ടി എന്ന് കേൾക്കുമ്പോൾ വലിയ ഭ്രാന്താണ്. അവർ മനസ്സിലാക്കും നാളെ മുതൽ ഊപ്പർക്ക് ഒരു ഫാത്തി പോകുന്നു, എന്റെ ജീവിതത്തിൽ ഒരു കാറെങ്കിലും കിട്ടും കേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞാൽ ഈ പിള്ളേർ ഇത് കേട്ടിട്ട് നാളെ മുതൽ കുത്തിയിരുന്നിട്ട് ഹസനുൽ ബുൽക്കിയ ഇലാഹ നടത്തി ഹസനുൽ ബുൽക്കിയ ഫാത്തിഹ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചതെന്താണ്? 7000-ഓളം ആഡംബര കാറുള്ള ആളുകൾ ഇപ്പോഴും ലോകത്തുണ്ട്. മനസ്സിലാക്കി. അതിൽ ഏറ്റവും ലോക്കൽ കാറാണ് പറഞ്ഞത് ബെൻസ്. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങി, കോടികളുടെ കണക്ക് മുതൽ അങ്ങോട്ട് തുടങ്ങി 7000. ഒരു വണ്ടിക്ക് 1 കോടി വെച്ച് കൂട്ടി എത്ര കോടിയായി? ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. ഒരു വണ്ടിക്ക് 1 കോടി വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയല്ല, 3-4 കോടിയാണ് ഓരോ വണ്ടിക്ക്. ഒരു വണ്ടിക്ക് കൂട്ടിയാൽ തന്നെ 7000 കോടിയുടെ ആസ്തി. ചിന്തിച്ചു നോക്ക്. ഇനി ഏറ്റവും പുറകിൽ കിടക്കുന്ന വണ്ടി ഒന്ന് ബാക്കിൽ നിന്ന് ഇറക്കി ഫ്രണ്ടിൽ മൂപ്പർക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും ബാക്കിൽ കിടക്കുന്ന വണ്ടി ഒന്ന് ഫ്രണ്ടിൽ എത്തിച്ച് മൂപ്പർക്ക് അതിൽ സഞ്ചരിക്കണമെന്ന് മൂപ്പര് നിയത്ത് വെച്ചാൽ 1.5 മണിക്കൂർ സമയം എടുക്കും. കാരണം അവിടുന്ന് ഇറക്കി ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കും. അതിനുവേണ്ടി 10-50 പേർ ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് എണ്ണയുണ്ടോ നോക്കി ചെക്ക് ചെയ്ത്. ഇതെല്ലാം ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളുമാണ്. എല്ലാം എടുത്തിട്ട് വീണ്ടും അതിനടുത്തിട്ട് ലക്ഷങ്ങൾ കോടികൾ മുളക്കി അതിനകത്തെല്ലാം ചെലവഴിച്ചിരിക്കുകയാണ്. ഉപരി സഞ്ചരിച്ച ഒരു വെടി വെച്ചാൽ പോലും ഏൽക്കൂല. അങ്ങനത്തെ വണ്ടികൾ, ഇങ്ങനത്തെ ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. മനസ്സിലായിക്കോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ലോകം മുഴുവനും സാമ്പത്തികപരമായ പ്രയാസത്തിലേക്ക്, ഞെരുക്കത്തിലേക്ക് പോകുമേ. ആ സമയത്ത് നീ മുറുകെ പിടിക്കേണ്ടത് അൽ ഇഖ്തിസാദു ഫിൽ മഈഷ. നീ മിതത്വം പാലിക്കണം. ഈ മിതത്വം പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്ത് മുഴുവനും വ്യഭിചാരശാലകൾ അധികരിക്കും. ഹബീബ് റസൂലുള്ളാഹി വിചാരം അധികരിക്കും. സ്വന്തം ഭാര്യയെ കൊണ്ട് വിൽക്കുക, സ്വന്തം മക്കളെ കൊണ്ട് വിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വന്തം മക്കളെ കൊണ്ടുപോയി വിൽക്കും. ആ രീതിയിൽ ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടം കുടുംബത്തിലുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി അവന്റെ ബീജത്തിലൂടെ ജനിച്ചു വളർന്ന കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പ്രായപൂർത്തി എത്താത്തതാകുന്ന കുട്ടികളെ കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അവൻ പറയും, ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നാ മതി എന്ന് പറയും. വാപ്പ പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സഅ ഹത്താ ഇന്നർ റജുൽ ലയഅശൽ മർആ ഹത്താ ഇന്നർ റജുല ലയഅതി ബിജാരിയത്തിൽ ഹസനാഇ ഇലസ്സൂഖ് ഫയഖൂൽ മൻ യസ്തരിഹാ ബിവസ്നിഹാ തുആമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല സാബത്തെ. ഈ ലോകം അവസാനിക്കുകയില്ല സാബത്തെ. ഹത്താ ഇന്നർ റജുല, ഒരു മനുഷ്യൻ ലയഅതി ബിജാരിയതിൽ ഹസനാ, അവന്റെ പ്രിയപ്പെട്ട സുന്ദരിയാകുന്ന മക്കളെ, അവന്റെ ബീജത്തിൽ ജനിച്ചു വളർന്നതാകുന്ന മക്കളെ, പെൺമക്കളെ കൊണ്ടുപോയി കമ്പോളത്തിലേക്ക് എത്തുമത്രേ. ഫയഅതീന സൂഖ്, കമ്പോളത്തിലേക്ക് കൊണ്ടുവന്ന് ഫയഖൂൽ, അവൻ ഒച്ചത്തിൽ വിളിച്ചു പറയുമത്രേ, മയ്യസ്തരിഹാ ബിവസ്നിഹാ തആമാ, എന്റെ ഈ മകളെ നിങ്ങൾക്ക് ഞാൻ നൽകാം. അവളുടെ തൂക്കത്തിന് പകരമായിട്ട്, അവളുടെ പൂക്കത്തിന് പകരമായിട്ട് എനിക്കൽപ്പം ഗോതമ്പ് നൽകണേ, അരി നൽകണേ എന്ന് വാപ്പ പറയുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. الرجل ليأتي بجارية الحسناء إلى السوق فيقول من يشتريها بوزنها طعاما.
കൊണ്ടുപോയി പരസ്യമായി കമ്പോളത്തിൽ വെച്ചുകൊണ്ട് വിലപേശൽ നടത്തുകയാണ്. വാപ്പ, എന്റെ ഈ മകളെ നിങ്ങൾക്ക് ഞാൻ നൽകാം, ഇവളുടെ തൂക്കത്തിന് സമാനമായിട്ട് എനിക്ക് അരി തന്നാ മതി, എനിക്ക് ഗോതമ്പ് തന്നാ മതി എന്ന് പറയുന്ന അവസ്ഥ ലോകത്ത് കാണാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയത്, ഈ ലോകത്ത് ഏറ്റവും അവസാനമായിട്ടുണ്ടാവുക സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അത്രേ. ലാ തഖൂമുസ്സആ ലാ തഖൂമുസ്സആ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ലോകാവസാനം ഉണ്ടാവുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ അലാ ശറാരിൽ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ലോകം അവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മുഅ്മിനീങ്ങളുടെ മേൽ അതിനു മുമ്പ് നല്ല ഒരു ശുദ്ധമായ കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കും. ആ ശുദ്ധമായ കാറ്റ് ഏതൊക്കെ മുഅ്മിനീങ്ങൾക്ക് വന്ന് തലോടുന്നുണ്ടോ അവരൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മോശപ്പെട്ട ആളുകൾ മാത്രമാണ് ബാക്കി ഉണ്ടാകുക. മുഅ്മിനീങ്ങൾ മുഅ്മിനത്തുകളുടെ മേൽ ഒരു കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കും ഈ ലോകത്തിന്റെ അവസാനം. ആ കാറ്റ് വന്ന് മുഅ്മിനീങ്ങളുടെ മേൽ വന്ന് തലോടി അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏറ്റവും ബാക്കിയാകുന്നത് സൃഷ്ടികൾ മോശപ്പെട്ടവരാണ്. അവർക്കാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചാരം അധികരിച്ചില്ലേ? ചെറുതായിട്ടാണോ? നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ എന്താ? ഹദീസ് ഓതാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വേറെ വിഷയം കൊണ്ട് വിട്ടുപോകുന്നുണ്ട്. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളെ പറ്റി, വ്യക്തമായ ചില അടയാളങ്ങളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യഭിചാരം വല്ലാതെ അധികരിക്കും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അന്യവരാകുന്ന പെണ്ണിനെ ഹറാമായി നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. നമ്മുടെ കൈ കൊണ്ട് അന്യ പെണ്ണിലേക്ക് മോശപ്പെട്ട രീതിയിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ അത് കൈയുടെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് അശ്ലീല പടം ഇന്നവന്റെ വീട്ടിൽ അവന്റെ കൂട്ടുകാർ കൂടി ഇരുന്ന് കാണുന്നുണ്ട്, പോയി കണ്ടേക്കാം, നല്ല പാങ്ങുണ്ടെന്ന് കരുതി എങ്ങോട്ട് പോയാൽ നിന്റെ കാലിന്റെ വ്യഭിചാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശാരീരിക ബന്ധം ജനനേന്ദ്രിയങ്ങൾ തമ്മിലുള്ള കണക്ഷനിലൂടെ മാത്രമേ വ്യഭിചാരമുള്ളൂ എന്ന് ചെറുപ്പക്കാർ സഹോദര സഹോദരിമാരെ കരുതിയിട്ടുണ്ട് എങ്കിൽ തെറ്റി. അതിലൂടെ മാത്രമല്ല വ്യഭിചാരം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അൽഐനാനി തസ്നിയാൻ അൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നദുറൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബാ. അന്യരാകുന്ന പെണ്ണിനെ ഒരു പുരുഷൻ നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പുരുഷനെ ഒരു പെണ്ണ് വിചാരത്തോട് നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ വഅദിന് പോകുമ്പോ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വഅദിന് പോകുമ്പോ, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പെൺമക്കളില്ലയോ, അവരതാ കണ്ണുകൊണ്ട് മോശപ്പെട്ട അശ്ലീലമാകുന്ന പടങ്ങൾ കാണുകയാണെങ്കിൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽഐനാനി തസ്നിയാൻ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബത്തെ. ഫസിനാഹുമാ അന്നദുറൂ. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്, ഹറാമ് കാണലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ് ജിയോ സിം ഇറങ്ങിയത് മുതൽ പാതിരാത്രി സമയത്ത് അശ്ലീലമാകുന്ന ലോകത്തേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവരില്ലയോ? എത്രയോ ചെറുപ്പക്കാരികളാണ്, എത്രയോ സഹോദരിമാരാണ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ നളറ ഇല ഇംറാത്തിൻ നളറത ഹറാം
ഹശല്ലാഹു ഐനൈ ബിമസാമീരിൻ മിന്നാർ. അല്ലയോ ചട്ടുംകുഴിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 കഴിഞ്ഞ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചു വെക്കണേ. ഉമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. ഉൾക്കൊള്ളണേ, പഠിക്കണേ, മനസ്സിലാക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മന്നളറ ഇലംറഅത്തിൻ നളറത ഹറാം. അന്യ പെണ്ണിലേക്ക് ഹറാമായ